എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ? എങ്ങനെ ഇത് ജീവിതത്തിൽ ഉപയോഗിക്കാം? ഇത് ജീവിതത്തിൽ എങ്ങനെ ഉപകാരപ്പെടും? എന്താണ് ഇതുകൊണ്ടുള്ള നേട്ടം? എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് നിങ്ങൾ ചിന്തിക്കുന്നതും വികാരപൂർവ്വം ആഗ്രഹിക്കുന്നതും നിങ്ങളുടെ യാഥാർത്ഥ്യമായി മാറുന്നു എന്നതാണ്. അതായത് നിങ്ങളുടെ വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, വികാരങ്ങൾ എന്നിവ പ്രപഞ്ചത്തിലേക്ക് എനർജിയായി പ്രസരിപ്പിക്കുകയും അതിന് അനുസൃതമായ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു. നമുക്കിതിനെ സമാനത്തെ ആകർഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഇത് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവ് അനുഭവങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. അഥവാ നിങ്ങൾ നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യം നെഗറ്റീവായിരിക്കും. ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരിക്കും, ഇതെല്ലാം ഉള്ളത് തന്നെയാണോ? ഇതിന് വല്ല ശാസ്ത്രീയ അടിസ്ഥാനം മുൻനിർത്തിയാണോ ഈ പറയുന്നത്? എന്നാൽ ഉത്തരം അതെ എന്ന് തന്നെയാണ്. കാരണം ക്വാണ്ടം ഫിസിക്സ് പറയുന്നു, പ്രപഞ്ചം എനർജിയും വൈബ്രേഷനും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നിയന്ത്രണ സിദ്ധാന്തം നിങ്ങൾ എന്തിൽ ഫോക്കസ് ചെയ്യുന്നുവോ അത് വികസിക്കുന്നു എന്ന് പറയുന്നു. അതായത് നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ ആയിരിക്കുന്നതാണ്, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ഇപ്പോൾ നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണെന്നും അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണെന്നും മനസ്സിലാക്കി. ഇനി അത് ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക എന്നതാണ്. നിങ്ങൾക്ക് എന്ത് വേണം എന്നത് കൃത്യമായി നിർവചിക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഒരു സന്തോഷകരമായ ബന്ധം വേണം, അല്ലെങ്കിൽ ഞാൻ മാസം 1,00,000 രൂപ സമ്പാദിക്കുന്നു എന്നിങ്ങനെ നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാം. ഇതുപോലെ ഓരോരുത്തർക്കും ഓരോരോ താല്പര്യങ്ങളും അല്ലെങ്കിൽ ആഗ്രഹങ്ങളും ആയിരിക്കും. അതിനനുസരിച്ച് ഗോൾ സെറ്റ് ചെയ്യുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക എന്നത്. എനിക്ക് പണം കുറവ് ഇല്ല എന്നതിന് പകരം എൻ്റെ ജീവിതം സമ്പന്നമാണ് എന്ന് പറയുക. അതായത് പണം കുറവ് എന്നത് ഒരു നെഗറ്റീവ് വാക്കായിട്ടാണ് ഫീൽ ചെയ്യുക. അതായത് പണത്തിന്റെ അഭാവം അവിടെ കാണിക്കുന്നുണ്ട്. ഇത് രണ്ട് വാക്യങ്ങളും വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, എനിക്ക് പണം കുറവ് ഇല്ല എന്നതും എൻ്റെ ജീവിതം സമ്പന്നമാണ് എന്നതും ഒരേ ഉള്ളടക്കമാണ് വരുന്നതെങ്കിൽ കൂടി രണ്ടിൻ്റെയും റിസൾട്ട് രണ്ട് രീതിയിലായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നെഗറ്റീവ് വാക്കുകൾ ഒഴിവാക്കുക. അതുപോലെ ശ്രദ്ധിക്കുക, എന്താണ് നിങ്ങൾക്ക് വാസ്തവത്തിൽ വേണ്ടത് എന്നതിൽ വ്യക്തത പ്രധാനമാണ്. എനിക്ക് സമ്പത്ത് വേണം എന്നതിന് പകരം എത്ര, എപ്പോൾ, എങ്ങനെ എന്നിവ വ്യക്തമാക്കുക. ഒരു ഉദാഹരണം പറയാം. എനിക്ക് നല്ല ഒരു ജോലി വേണം എന്നതിന് പകരം ഞാൻ 3 മാസത്തിനുള്ളിൽ 1,00,000 രൂപ സമ്പാദിക്കുന്ന ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി ആകർഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നതിനു വേണ്ടി ഗോൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടി പറയാം. ഞാൻ 2025 ഡിസംബറിൽ ഒരു സോളാർ എനർജി കമ്പനി തുടങ്ങുന്നു. ആദ്യ വർഷം 50 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അടുത്തത് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നതാണ്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നത് മനസ്സിൽ ഇതിനകം സാധിച്ചതായി സ്പഷ്ടമായി കാണുക, അനുവദിക്കുക. ഒരു ഉദാഹരണം പറയാം. ലക്ഷ്യം പുതിയ കാർ വാങ്ങുക എന്നതാണെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്, കാർ ഓടിക്കുന്നത് സിനിമയിലെ പോലെ കാണുക, സീറ്റിന്റെ മൃദുത്വം അനുഭവിക്കുക, എഞ്ചിനിൽ നിന്നുള്ള ശബ്ദം കേൾക്കാം, സന്തോഷം വികാരമായി അനുവദിക്കുക എന്നിങ്ങനെ ചെയ്യാം. ഇനി അഫർമേഷൻസ് നോക്കാം. പോസിറ്റീവ് വർത്തമാന വാക്യങ്ങൾ ആവർത്തിച്ച് സബ് കോൺഷ്യസ് മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുക എന്നതാണ് അഫർമേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ, സമ്പത്തിനെ കുറിച്ചാണ് അഫർമേഷൻ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ പറയാം: എൻ്റെ ജീവിതം സമൃദ്ധിയിൽ നിറഞ്ഞിരിക്കുന്നു, പണം എളുപ്പത്തിൽ എൻ്റെ അടുത്തേക്ക് വരുന്നു. അല്ലെങ്കിൽ ആരോഗ്യത്തെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എങ്കിൽ ഇങ്ങനെ പറയാം: എൻ്റെ ശരീരം ശക്തമാണ്, എൻ്റെ മനസ്സ് ശാന്തമാണ്. ഇനി സ്നേഹത്തെക്കുറിച്ചാണെങ്കിൽ, ഞാൻ സ്നേഹത്തിന് അർഹനാണ്, എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നിങ്ങനെ പറയാം. അല്ല എങ്കിൽ വിഷ്വലൈസേഷനും അഫർമേഷനും കോമ്പിനേഷനായി എങ്ങനെ പറയാമെന്ന് നോക്കാം. ഞാൻ എൻ്റെ സ്വപ്ന വീട്ടിൽ താമസിക്കുന്നു എന്ന അഫർമേഷൻ പറയുമ്പോൾ ആ വീടിൻ്റെ ചിത്രം മനസ്സിൽ കാണുക.
അതിൻ്റെ സുഗന്ധം, സുഖം എന്നിവ അനുഭവിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. അവസാനമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതായത് നന്ദി പറയുക. നിങ്ങളുടെ കൈവശമുള്ളതിന് നന്ദി പറയുക. ലോ ഓഫ് അട്രാക്ഷനിൽ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ പ്രധാനമാണ്. കാരണം നന്ദി പറയുന്നത് പോസിറ്റീവ് വൈബ്രേഷൻ സൃഷ്ടിക്കുന്നു. എന്തിന് നന്ദി പറയുന്നോ അത് കൂടുതൽ ലഭിക്കുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷന്റെ തത്വം. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ നിങ്ങൾ അഭാവത്തെക്കാളും സമൃദ്ധിയിൽ ഫോക്കസ് ചെയ്യുന്നു. നിങ്ങൾ ഇത് പതിവാക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം മാറ്റം വരുത്തുകയും കൂടുതൽ നല്ല കാര്യങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായി പ്രവർത്തിക്കുക എന്നതാണ് പ്രധാനം. ലോ ഓഫ് അട്രാക്ഷൻ ഒരിക്കലും ഒരു മാജിക് അല്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി പ്രവർത്തിക്കേണ്ടതുണ്ട്. ആദ്യം സാധ്യമായ ചെറിയ ഘടകങ്ങൾ എടുക്കുക. ഒരു ഉദാഹരണം പറയാം. നല്ല ജോലി വേണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഒരു ആദ്യ പടിയായി റെസ്യൂം അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓർക്കുക, ആഗ്രഹിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക, വിശ്വസിക്കുക മാത്രമല്ല തെളിയിക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷമ ഉണ്ടായിരിക്കുക. ഫലങ്ങൾക്ക് സമയമെടുക്കും. യൂണിവേഴ്സിനെ വിശ്വസിക്കുക. എൻ്റെ ആഗ്രഹങ്ങൾ എന്നിൽ എത്തിച്ചേരുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ ആയിരിക്കുകയാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഒരു ലൈഫ് സ്റ്റൈലാണ്. ഇത് നിങ്ങളുടെ മനോഭാവം മാറ്റുകയും പോസിറ്റീവ് ഫലങ്ങൾ ആകർഷിക്കുകയും ചെയ്യും.